ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കാണുന്ന KSRTCയിൽ ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു പുതിയൊരു ബൈക്ക് മേടിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പോകുന്നത് തൃശ്ശൂരും കടന്ന് നമ്മുടെ പാലിയേക്കര ഷോറൂമിലേക്കാണ്. പാലിയേക്കരയിലെ ഏതാണ് ബൈക്കിൻ്റെ ഷോറൂം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതാ കാണുന്ന ഡെക്കാത്ലോൺ, എല്ലാവർക്കും സുപരിചിതമായ എന്നാൽ ചിലർക്ക് അറിയാത്ത ഡെക്കാത്ലോൺ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പുതിയ ബൈക്ക് മേടിക്കുന്നത്. ഡെക്കാത്ലോണിൽ നിന്നും ബൈക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതേതാണ് ബ്രാൻഡ് ഡെക്കാത്ലോൺ വിൽക്കുന്ന ബൈക്ക് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതെ, ബൈക്ക് തന്നെയാണ്. കാണിച്ചു തരാം. ദാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബൈക്ക്. ഒരുപക്ഷെ നിങ്ങളിതിനെ സൈക്കിൾ എന്ന് വിളിക്കും. ഞാനും ഒരു കാലത്ത് ഇതിനെ സൈക്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഈ സൈക്കിളിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ബൈക്ക് എന്നാണ്. നമ്മൾ ബൈക്ക് എന്ന് വിളിക്കുന്ന ബൈക്കിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ എന്നുമാണ്. നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്ന ഈ കാണുന്ന ബൈക്കിന് 2-3 വേരിയൻറ്റുകളുണ്ട്. റോഡ് ബൈക്ക്, MTB, ഹൈബ്രിഡ് എന്നിവയാണ് അത്. അതിൽ റോഡ് ബൈക്ക് എന്ന് വരുന്ന സെഗ്മെൻറ്റിൽ പെട്ടതാണ് ഈ കാണുന്ന ബൈക്ക് അഥവാ സൈക്കിൾ. ഡെക്കാത്ലോണിൻ്റെ റോഡ് ബൈക്കായ ട്രൈബൻ RC 120 എന്നതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇപ്പോൾ ട്രൈബൻ RC എന്ന് മാറ്റി വാൻ റൈസൽ എന്നാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ സ്ഥിരം സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പഴയ ഒരു MTB സെഗ്മെൻറ്റിൽപ്പെട്ട ഗിയർലെസ് സൈക്കിളായിരുന്നു. ഞാനത് കൊടുത്ത് ഇപ്പോൾ സൈക്ലിങ്ങിലൊരു അപ്ഗ്രേഡിങ് നടത്തുകയാണ്. കഴിഞ്ഞ 1 വർഷമായി പുതിയ സൈക്കിൾ മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ ഈ സൈക്കിളിനെ കുറിച്ച് വില അധികമായതുകൊണ്ട് വലിയൊരു ഗ്യാപ്പ് വന്നു എന്ന് മാത്രം. സൈക്കിൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഇവരെല്ലാം ഡെക്കാത്ലോണിലെ സ്റ്റാഫുകളാണ്. ഇവർ വെറും സ്റ്റാഫുകളല്ല, പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകളും ഒപ്പം തന്നെ വിവിധ കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമാണ്. അത്തരത്തിലുള്ളവരെ മാത്രമാണ് ഡെക്കാത്ലോൺ സ്റ്റാഫുകളായി നിയമിക്കുകയുള്ളൂ. ഒരാളുടെ ഉയരം കണക്കാക്കിയാണ് അയാൾക്ക് വേണ്ട സൈക്കിളിൻ്റെ സൈസ് നമ്മൾ കണ്ടെത്തേണ്ടത്. സൈക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെയാണ്. ഇതൊന്നും അറിയാതെ തന്നെ ഓടിപ്പോയി സൈക്കിൾ മേടിച്ച് നമ്മൾ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നമ്മുടെ കൈകാലുകൾക്ക് വേദന ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈക്കിൾ മേടിക്കാൻ ആഗ്രഹിക്കുകയോ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി ഒരു സൈക്ലിസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഉപദേശം തേടിയതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ റോഡിലൂടെ എത്ര കിലോമീറ്റർ നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്നുണ്ട് എന്നൊക്കെ കണക്കാക്കി വേണം ഒരു സൈക്കിൾ മേടിക്കാൻ. സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ട കൃത്യമായ ഉപദേശങ്ങൾ ഞാൻ ചോദിച്ച് അന്വേഷിച്ചിരുന്നത് ദാ ഈ കാണുന്ന ഡെക്കാത്ലോൺ സ്റ്റാഫും മണൽത്തറ സ്വദേശിയുമായ 1 വർഷം മുൻപ് പരിചയപ്പെട്ട പ്രിയ സുഹൃത്ത് ഫൈസലിനോടാണ്. അങ്ങനെ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയ സൈക്കിളുമായി പുതിയ വർഷം സൈക്ലിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. കൂടുതൽ സൈക്ലിംഗ് വിശേഷങ്ങളും സൈക്കിളിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.